മുന്നേ ഇതുപോലെ ഒരു കോള് വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന കുറച്ച് പേര് വയനാടിന് പോവാറ്. അപ്പൊ അവര് വയനാടിന് ചെന്ന് കുറെ തുണികളും സാധനമായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അവര് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒത്തിരി തുണി അവിടെയുണ്ട്. ഇനി തുണികളുടെ ആവശ്യമില്ല, ടീച്ചറിനെ തിരിച്ചു കൊണ്ട് തരട്ടെ. കാട്ടിലുള്ളവർക്ക് പറഞ്ഞു, കാരണം അവര് തിരുവനന്തപുരത്ത് നിന്ന് വയനാട് പോയവരാ. അപ്പൊ തിരിച്ചിനി ഇത് കൊണ്ടുപോകണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചാൽ നല്ല തുണികളാണോ എന്ന് ചോദിച്ചപ്പോൾ പുതിയ തുണികളാണ്, ബാക്കിയൊക്കെ വൃത്തിയാക്കി കഴുകി ചെയ്ത് നല്ല ഡ്രസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാട്ടി കൊടുത്താൽ ഇന്നുവരെ മോശം തുണികൾ കൊടുത്തിട്ടില്ല, ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ തുണിയും നിവർത്തി നോക്കി കഴുകേണ്ടത് കഴുകി വൃത്തിയാക്കി അങ്ങനെയൊക്കെ ക്രൈറ്റീരിയൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളൂ, മോശമായിട്ട് കൊടുക്കാറില്ല. നമ്മളെ കേരളത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ അതിനൊക്കെ ഉദാഹരണങ്ങളുണ്ട്, തെളിവുകളുണ്ട്. അതായത് നമുക്ക് ഓരോ ദുരന്തങ്ങളും, ഇപ്പോൾ വയനാട് ദുരന്തം വന്നു, ഇപ്പോൾ നമ്മളതിനെ അതിജീവിക്കാൻ നമ്മൾ പോവുകയാണ്. അതുപോലെ തന്നെ ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് പ്രളയം വന്നു, അതുപോലെ തന്നെ ഇതേമാതിരി തന്നെ ഉരുൾപൊട്ടൽ വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കേരളത്തിൽ കഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ അതേമാതിരി കോവിഡ് വന്നു, നിപ്പ വന്നു. അതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ എന്ത് പ്രശ്നങ്ങൾ, ആർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് ഒത്തൊരുമയോട് കൂടി എല്ലാവരും ഒന്നാണെന്നുള്ള ചിന്തയോട് കൂടി നമ്മൾ അതിനെതിരെ പൊരുതും. അങ്ങനെ പൊരുതിയിട്ടാണ് നമ്മൾ അതിജീവിച്ച് വരുന്നത്. അങ്ങനെ ഓരോ പ്രശ്നങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ബാക്കിക്ക് നമുക്ക് ഉണ്ടായ ദുരിതങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2018 പ്രളയം, അതിലൊക്കെ നമ്മൾ കണ്ടില്ല, നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് അതിനൊക്കെ നമ്മൾ അതിജീവിച്ചത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വയനാട് ഒരു ദുരിതം വന്നപ്പോൾ അതിൽ നമ്മളും ഇതേമാതിരി തന്നെയാണ് എല്ലാവരും ഒത്തൊരുമയോടെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, പിന്നെ അതേമാതിരി തന്നെ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, ഇനി അവർക്ക് വേണ്ട വീടും കാര്യങ്ങളും അതിനൊക്കെ ഉള്ളതൊക്കെ നമ്മളിപ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ടും, പിന്നെ അതേമാതിരി അതിൻ്റെ ഓരോ കാര്യങ്ങളും ഘട്ടങ്ങളും ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, അതായത് അരിയാഹാരമാണെങ്കിലും അതുപോലെ തന്നെ വസ്ത്രങ്ങളാണെങ്കിലും, അങ്ങനെ പല അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണോ അതൊക്കെ ഇതേമാതിരി ഓരോ ജില്ലയിൽ നിന്നും ക്യാമ്പുകൾക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് തോന്നുന്നു കുറച്ച് ഡ്രസ്സുകളൊക്കെ ആയിട്ട് ക്യാമ്പിലേക്ക് വന്നപ്പോൾ ആ ക്യാമ്പിൽ നിന്ന് എന്ത് ചെയ്തേക്കണു, അത് മടക്കി വിട്ടുക്കണു. അതായത് അവിടെ സാധനങ്ങൾ ഒരുപാട് സ്റ്റോക്ക് എത്തിക്കണു, ഇനി ഈ വസ്ത്രങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അത് അവിടെ നിന്ന് മടക്കി വിടുകയാണ്. അങ്ങനെ മടക്കി വിടുമ്പോൾ വയനാട്ടിൽ നിന്ന് അത് മടക്കി കൊണ്ടുവരണ്ടേ, ഇനി തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരണ്ടേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തേക്കണു, നമ്മളെ ദീപ്തി ടീച്ചറിനെ അവർ വിളിച്ചിരിക്കുകയാണ്. അതായത് തിരിച്ചു കൊണ്ടുപോകുന്നവരെന്ത് ചെയ്തു, നമ്മളെ ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒട്ടുമിക്ക മലയാളികൾക്കും ആ ടീച്ചറെ നമുക്കറിയാം. കാരണം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചർ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി. അതായത് ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാട്ടിലുള്ളവരൊക്കെ കാട്ടിലുള്ള കുട്ടികളൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങളും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളും അങ്ങനെ എല്ലാവരെയൊക്കെ ഒന്ന് അവിടെ ഉള്ള, അതായത് കാട്ടിലത്തെ ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ദീപ്തി ടീച്ചർ. അതായത് കാട്ടിലെ ജനങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധമുള്ളൊരു ആളാണ് നമ്മളെ ദീപ്തി ടീച്ചർ. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഇതേമാതിരി തന്നെ ഈ കാട്ടിലുള്ള കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇതേമാതിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ടീച്ചർ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ടീച്ചറെ വിളിച്ചത്. ടീച്ചർ ഇങ്ങനെ ടീച്ചർക്ക് ആ ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർ അത് കാട്ടിലുള്ളവർക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ ടീച്ചറെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചറും ആയിക്കോട്ടെ നല്ല കാര്യം തന്നെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചർ ആ കൊടുന്നു എന്ന് പറഞ്ഞിട്ട് ടീച്ചറെ അവരെന്ത് ചെയ്യുക, നേരെ ടീച്ചർക്ക് അത് കൊടുത്തത്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം എന്താ സംഭവിച്ചിരിക്കണെന്നുള്ളത് അത് ടീച്ചർ തന്നെ പറയും. ആഴ്ച മുന്നേ ഇതുപോലെ ഒരു കോള് വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന കുറച്ച് പേര് വയനാടിന് പോവാറ്. അപ്പൊ അവര് വയനാടിന് ചെന്ന് കുറെ തുണികളും സാധനമായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അവര് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒത്തിരി തുണി അവിടെയുണ്ട്. ഇനി തുണികളുടെ ആവശ്യമില്ല, ടീച്ചറിനെ തിരിച്ചു കൊണ്ട് തരട്ടെ. കാട്ടിലുള്ളവർക്ക് പറഞ്ഞു, കാരണം അവര് തിരുവനന്തപുരത്ത് നിന്ന് വയനാട് പോയവരാ. അപ്പൊ തിരിച്ചിനി ഇത് കൊണ്ടുപോകണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചാൽ നല്ല തുണികളാണോ എന്ന് ചോദിച്ചപ്പോൾ പുതിയ തുണികളാണ്, ബാക്കിയൊക്കെ വൃത്തിയാക്കി കഴുകി ചെയ്ത് നല്ല ഡ്രസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാട്ടി കൊടുത്താൽ ഇന്നുവരെ മോശം തുണികൾ കൊടുത്തിട്ടില്ല, ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ തുണിയും നിവർത്തി നോക്കി കഴുകേണ്ടത് കഴുകി വൃത്തിയാക്കി അങ്ങനെയൊക്കെ ക്രൈറ്റീരിയൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളൂ, മോശമായിട്ട് കൊടുക്കാറില്ല. അപ്പോൾ നല്ല തുണികളാണെന്നെല്ലാം പറഞ്ഞു. അവർ വരുമ്പോഴത്തേക്ക് രാത്രി പാദയാത്രയാവും, വന്നാൽ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വെളുപ്പിന് 4 മണി 5 മണി ആ സമയത്ത് എത്തി. വീടിന്റെ അവിടെ വരാനുള്ള ബുദ്ധിമുട്ട് കൂടുതലല്ലെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ പോയിട്ട് പരമാവധി തുണികൾ ബോക്സ് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി നോക്കിയപ്പോൾ ബോക്സ് ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ അതിന്റെ പുറത്ത് ഇരിക്കേണ്ടി വന്നു, അതുകൊണ്ട് പൊട്ടിയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു. അപ്പൊ ഞാൻ 1-2 പേരോട് ഞാൻ പറഞ്ഞു, നമുക്ക് തുണിയെല്ലാം അടുക്കി പൊറുക്കി വെച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കണം. കാട്ടിലുള്ളവരോടും പറയേണ്ടി വന്നു, നമ്മൾ തുണിയും കൊണ്ട് വരും, എല്ലാം കുറെ വന്നിട്ടുണ്ട്. നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞ ഇത് തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തറ തുടയ്ക്കുന്ന തുണിയില്ലേ, അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ. പക്ഷെ ഇത് നമ്മളെ തന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുണികളാണ് ഇവർ കളക്ട് ചെയ്തത്. അപ്പൊ എനിക്കിത് ഒന്ന് അറിഞ്ഞുകൊണ്ട് കൊണ്ട് കളയാൻ, അതായത് വയനാട്ടിൽ ചെന്നപ്പോഴായിരിക്കും അവർ പറഞ്ഞത് യൂസ് ചെയ്ത തുണി വേണ്ടാന്നുള്ളത്. യൂസ് ചെയ്ത തുണിക്കകത്ത് ഉൾപ്പെടുത്താൻ കൊള്ളില്ല, അത്രയ്ക്ക് വൃത്തികെട്ട തുണിയാണ്. ഞാൻ ഇത് എന്നെ കൊണ്ട് ഏൽപ്പിച്ച വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്, ആ വ്യക്തിയുടെ കൂടെ ഇത്
കൊടുത്തില്ലേ, ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തില്ലേ? നിങ്ങൾ ഓർക്കുക, ഇന്നലെ വരെ രാജാക്കന്മാരെ പോലെ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് അവർ. പെട്ടെന്ന് ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടവർ, ആർക്ക് വേണമെങ്കിലും അങ്ങനെ വരാം. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നീ കൊടുക്കരുത്, കൊടുക്കുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കണം. എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഇതുപോലെ പിഞ്ചി കീറി അല്ലെ നാറ്റുള്ള ഇട്ടിട്ട് കഴുകാത്ത തുണികൾ വരെയുണ്ട്. അതൊക്കെ കിട്ടുമ്പോഴത്തെ അവസ്ഥയെ നോക്കി നോക്കി. അപ്പൊ അങ്ങനെയുള്ള തുണികളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും ചീത്ത സാധനം ഇതൊന്നും ഉപയോഗിക്കണം. കടകളിലേക്ക് ഭയങ്കര സങ്കടമായി പോയി. അത്രയും വിശ്വസിച്ച് നമ്മൾ സന്തോഷിച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കാലും ഇത്രയും നല്ല തുണികളല്ലേ വരുന്നതെന്നെല്ലാം പറഞ്ഞങ്ങനെ. അപ്പൊ ഞാൻ നേരെ ഇത് കൊണ്ടുവന്ന ആളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന് കള്ളത്തരം പറഞ്ഞ് തരുകയായിരുന്നു എല്ലാ തുണിയും കൂടെ. അപ്പൊ പേസ് കോഡൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട്, കാർട്ടൺ ബോക്സ് പൊട്ടിപ്പോയത് എല്ലാം കൂടെ ഞാൻ പറഞ്ഞു ചാക്ക് കെട്ടി ഞാൻ ഇവിടെ വെക്കും. 2 അല്ലെങ്കിൽ 3 ദിവസത്തിനകം ഈ സാധനം ഇവിടെ വന്ന് കൊണ്ടുപോകണം. കാട്ടിലുള്ളവർക്ക് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുക്കുന്നു. നമ്മൾ മോശം സാധനം കൊണ്ട് കളയുകയോ തള്ളുകയോ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ഇതിന് മുന്നേ 1-2 പേര് ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ട്. അത് അങ്ങനെയേ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പോസ്റ്ററായിട്ടൊക്കെ അയച്ചു തന്നെ ഞങ്ങൾക്ക് വിളിച്ച് പറഞ്ഞതല്ലാണ്ട് നമ്മൾ തിരിച്ചുകൊണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമല്ല. ഇനിയിപ്പോ ഇങ്ങനെ വീട്ടിലെ തുണികൾ ഒഴിവാക്കാൻ വേണ്ടി അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചതേ അഡ്രസ്സിൽ നമ്മൾ തിരിച്ചങ്ങ് അയച്ചു തരും. അത്രേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് സംഭവിച്ചത്. ദീപ്തി ടീച്ചർക്ക് ഇപ്പോൾ അത് ആ സാധനങ്ങൾ വസ്ത്രങ്ങളൊക്കെ കയ്യിൽ കിട്ടിയതിന് ശേഷം ടീച്ചർ അതിന് പൊട്ടിച്ച് നോക്കിയപ്പോൾ മൊത്തത്തിൽ സ്മെല്ലാണെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഇട്ട ഡ്രസ്സുകളൊക്കെയാണ് അതിൽ വന്നിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കീറിയത്, നനഞ്ഞത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ആർക്കും വേണ്ടാത്ത സാധനങ്ങളൊക്കെയാണ് അതിൽ വന്നിക്കുന്നത്. അതുപോലെ തന്നെ ഇട്ട് മുഷിഞ്ഞാന്നൊക്കെ നമ്മൾ പറയില്ലേ, അലക്കാത്തത്, അങ്ങനത്തെ ഒക്കെ വസ്ത്രങ്ങളാണ് ഇത്ര അതിൽ വന്നത്. അപ്പോൾ ഇത് ദീപ്തി ടീച്ചറെ കയ്യിൽ കൊടുത്തവരടുത്തല്ല ഇപ്പോൾ ഇത് തെറ്റ് വരുന്നത്. ശരിയാണ്, അവർക്ക് ക്യാമ്പിൽ ഒരുപാട് സാധനങ്ങൾ അവിടെ ബാക്കി ബാലൻസ് പോലെ ഉണ്ട്, അതല്ലെങ്കിൽ സ്റ്റോക്ക് ഒരുപാട് ഉണ്ട്, ഇനി ആവശ്യമില്ലാന്ന് അവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം അത് ദീപ്തി ടീച്ചർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് അറിയുമെന്നറിയില്ല ഇത് പഴയ ഡ്രസ്സാണോ എന്നുള്ളത്. അവർക്ക് അറിയാം, ചിലപ്പോൾ അവരും അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ദീപ്തി ടീച്ചറിന് ഇത് കൊടുത്തിട്ടുണ്ടാകുക. കാരണം ദീപ്തി ടീച്ചർ ഇത് കാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കണതല്ലേ എന്നുള്ളതിൽക്കാരം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇനി അത് എന്താണ് വേസ്റ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദീപ്തി ടീച്ചറെ കയ്യിൽ കൊടുത്തിക്കുകയാണോ, ഇനി അത് അവരറിയാതെ ദീപ്തി ടീച്ചറെ കയ്യിൽ കൊടുത്തിക്കണം, എന്തോ ആയിക്കോട്ടെ. ഇനി എന്താണെങ്കിൽ പോലും ഇതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് ഏത് ജില്ലകളിൽ നിന്നാണെങ്കിലും ഈ സാധനങ്ങൾ ഇതേമാതിരി കൊടുത്ത് വിടുന്നുണ്ട് എന്നുള്ളൊരു പരാതി ഉണ്ട്. ഏത് ഈ പഴയ സാധനങ്ങൾ, അതേമാതിരി ഇട്ട സാധനങ്ങൾ, ഇട്ട ഡ്രസ്സുകൾ നമ്മളത് അലക്കാതെ കവറിലാക്കി കൊടുത്തുക്കണു എന്നൊക്കെ പറയുന്ന കുറേ പരാതികളുണ്ട്. അപ്പോൾ ഈ കൊടുത്തവരോടൊക്കെ പറയാൻ നിങ്ങൾ ചിലപ്പോൾ സഹായിച്ചിട്ട് തന്നെ കാരണം അത് ഏത് രീതിയിലാണ് നിങ്ങളെ മനസ്സിൽ ഏത് രീതിയിലാണ് നിങ്ങൾ സഹായിച്ചിരിക്കണമെന്ന് നമുക്കറിയില്ല. കാരണം ഈ കീറിയത്, മുഷിഞ്ഞത്, അലക്കാതൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ കൊടുത്തവരെ മനസ്സ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ലത് കൊടുക്കുക, അതല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് ഇത് കിട്ടിയാൽ ഇതന്നെ ഓർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓർക്ക് വലിയ സംഭവമാണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കണവരൊക്കെ വിചാരിക്കേണ്ടത്. ഈ പഴയത് ഇട്ടതാണ് ഊരിയിട്ട് ഓൽക്കോട് കൊടുക്കുമ്പോൾ ഓർക്ക് അതുപോലും ഇല്ലാതെയാണ് പോലും അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് കിട്ടണതിന് വലിയ ഭാഗ്യം എന്നാണ് നിങ്ങളെ മനസ്സിലുണ്ടാകുക. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ കൊടുത്തവരൊന്ന് ചിന്തിക്കണം. എന്താ വെച്ചാൽ അവരൊന്നും ഇല്ലാതല്ല ഇത്രയും കാലം ജീവിച്ചത്. എല്ലാ സൗഭാഗ്യത്തോടു കൂടി തന്നെയാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ഒരു രാത്രി കൊണ്ടാണ് അവരെല്ലാ സ്വപ്നങ്ങളും ഇല്ലാതായിക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ആ ഒരു പ്രകൃതി ദുരന്തം. അതൊക്കെ നമ്മൾക്കൊക്കെ വരും. നമ്മളൊക്കെ കടന്നുറങ്ങി എണീക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ സംഭവിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾക്കൊക്കെ വരാൻ പോണ അപകടങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരൊരു രാത്രി കൊണ്ട് അവരൊന്നും ഇല്ലാതായി, അവരെ വീട് നഷ്ടപ്പെട്ടു, കുടുംബക്കാർ നഷ്ടപ്പെട്ടു, എല്ലാവരും നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്തും നമ്മളെപ്പോലെയുള്ളവർ നല്ല രീതിയിലാണ് അവരെ സഹായിക്കേണ്ടത്. അതല്ലാതെ നമ്മളിട്ട ഡ്രസ്സ് കൊടുത്തിട്ടൊന്നും അവരെ അങ്ങനെ അതായത് അപമാനിക്കാതിരിക്കുക. എനിക്കത്രേ പറയാനുള്ളൂ. കൊടുക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കൊടുക്കുക, പുതിയത് വാങ്ങിയിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. അല്ലാതെ ഇത് നല്ല രീതിയിൽ കൊടുക്കുന്നവർക്കും കൂടി ഒരു ചീത്തപ്പേരാകുകയാണ് ഇതുപോലെയുള്ള ആൾക്കാർ കൊടുക്കും. ഇപ്പോൾ നമ്മളൊരു 10 ആൾക്കാർ നല്ല രീതിയിൽ അവരെ സഹായിക്കുകയാണെങ്കിൽ അതിൽ 9 ആൾക്കാരും നല്ലത് കൊടുക്കണം. അതിൽ ഒരാൾ ഇതേപോലെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ 10 ആൾക്കാരിൽ 9 ആൾക്കാർക്കും ചീത്തപ്പേര് വരികയല്ലേ. കൊടുത്ത എല്ലാവർക്കും ചീത്തപ്പേര് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മലയാളികളാണ്, എല്ലാതും ഒത്തൊരുമയോട് തന്നെയാണ് ചെയ്യൽ. എന്ത് പ്രതിസന്ധികളും നേരിട്ട് തരണം ചെയ്ത് നമ്മളെന്തെങ്കിലും മുമ്പോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യണം, അതും ഇതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ നല്ല സാധനങ്ങൾ കൊടുത്തിട്ട് എല്ലാവരും സഹായിക്കുക. അത്രേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്.